സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിന്റെയും വർഷയുടെയും വിവാഹം കഴിയുന്ന സമയത്ത് അവരെ വീട്ടിലേക്ക് കയറ്റാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സച്ചി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുന്ന സമയത്ത് ചന്ദ്രമതി തന്നെ മുൻകൈയെടുത്ത് അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. വീട്ടിൽ മറ്റു റൂമുകളൊന്നും ഒഴിവില്ലാത്തത് കൊണ്ട് സച്ചിയുടെയും രേവതിയുടെയും റൂം അവർക്ക് കൊടുക്കുകയാണ് ചന്ദ്രമതി. സച്ചി അതിനെ ആദ്യമൊക്കെ കുറെ എതിർക്കുന്നുണ്ടെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ചന്ദ്രമതി പറയുന്നതോടെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയാണ് സച്ചി. ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് രേവതി ഹോളിലും സച്ചി ടെറസിലുമായിട്ടായിരിക്കും കിടക്കുന്നത്. സച്ചിക്കാണെങ്കിൽ ടെറസിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നുണ്ടാവില്ല. ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുന്ന സച്ചി താഴേക്കിറങ്ങി വന്ന് ഹോളിൽ ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വിളിച്ചുണർത്തുന്നുണ്ട്. രേവതി, എഴുന്നേൽക്ക്, എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കുന്നു, നമുക്ക് ടെറസിൽ പോയിരുന്ന് സംസാരിച്ചിരിക്കാം എല്ലാം പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുണർത്തുമ്പോ മണി 12 കഴിഞ്ഞു. ഇനി എന്താ സച്ചിയേട്ടാ സംസാരിക്കാൻ? അച്ഛനോ അമ്മയോ കണ്ടാൽ നമ്മളെ തെറ്റിദ്ധരിക്കുമെന്നൊക്കെ രേവതി പറയുമ്പോ നമ്മൾ സംസാരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടെന്ന് വെച്ച് അതിലെന്താ ഇപ്പൊ ഇത്ര തെറ്റിദ്ധരിക്കാനുള്ളത്? മാത്രമല്ലേ ഉള്ളൂ എനിക്കിപ്പോ ഇവിടെ സംസാരിക്കാനുള്ളത്. നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് ടെറസിലേക്ക് കൊണ്ടുപോവാണ് സച്ചി. ഇങ്ങനെ ടെറസിൽ പാവിരിച്ചുകൊണ്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. ചേട്ടാ, ഇപ്പൊ മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോ സച്ചി ആകാശത്തേക്ക് നോക്കി ഇപ്പൊ മഴ വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലെന്നൊക്കെ പറയുമ്പോ മഴ വരില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ സച്ചി ഏട്ടന് വല്ല വാന നിരീക്ഷകനും ആണോന്നും ചോദിച്ച് അവനെ കളിയാക്കുന്നുണ്ട് രേവതി. ഇങ്ങനെയല്ല രേവതി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അഥവാ നീ പറഞ്ഞതുപോലെ മഴ വരികയാണെങ്കിൽ നമ്മുടെ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന 2 പേരുണ്ടല്ലോ, അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് നമുക്ക് അവിടെ പോയി കിടക്കാം എന്നൊക്കെ സച്ചി പറയുമ്പോ വേണ്ട സച്ചി ഏട്ടാ, നമുക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചി കരികിലായിട്ട് ടെറസിൽ കിടക്കുകയാണ്. രേവതി അറിയാതെ സച്ചി മെല്ലെ അവളുടെ കവിളിൽ തൊട്ട് നോക്കുന്ന സമയത്ത് രേവതി പേടിയോടെ ചാടി എണീക്കുന്നുണ്ട്. സച്ചി ഏട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് രേവതി നെഞ്ചത്ത് കൈവെക്കുമ്പോ ഞാനൊരു കൊതുകിനെ ഓടിച്ചതാ. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ, ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. കാലത്ത് മുതൽ വീട്ടു ജോലിയെല്ലാം ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്നെല്ലാം രേവതി പറയുമ്പോ രേവതി, നീ എന്തിനാ ഈ ജോലിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്? വീട്ടിൽ 2 പെണ്ണുങ്ങൾ വേറെയും ഉണ്ടല്ലോ, അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചൂടെ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ അതെ അവര് ജോലി ചെയ്തത് തന്നെ എന്ന് പറയുന്നുണ്ട് രേവതി. എനിക്ക് നല്ല ക്ഷീണമുണ്ട് സച്ചിയേട്ടാ, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും ആ പായയിൽ കിടക്കുമ്പോ വിഷമത്തോടെ അവളെ നോക്കുകയാണ് സച്ചി. സച്ചിയും അവളുടെ അടുത്തായിട്ട് കിടന്നുകൊണ്ട് അവളോട് പറയുന്നത്, നോക്ക് രേവതി, ഇനി മുതൽ ജോലികളൊന്നും ഒറ്റയ്ക്ക് ചെയ്യരുത്. എല്ലാ ജോലിയും കൂടി നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ നിന്നാൽ നിനക്ക് പിന്നെ അതിനെ സമയം കാണൂ. അച്ഛന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തോ, പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം നിനക്കില്ല. കറി പോലും നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കരുത്. മറ്റു 2 മരുമക്കളെയും വിളിച്ച് വെജിറ്റബിൾ കട്ട് ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ കൂടാൻ പറയണം. നീയാണ് ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ മരുമകൾ, അതുകൊണ്ട് മറ്റു 2 പേരെക്കാളും നിനക്കാണ് അധികാരം കൂടുതൽ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക്. ഇവിടെ മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് സച്ചി തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും അവൾ ഉറങ്ങിയിരിക്കുന്നത് കാണുന്നത്. ശരി, ഞാനിപ്പോൾ ഇതൊക്കെ ആരോടാണ് പറഞ്ഞതെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് ക്ഷീണം കാരണം ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വേദനയോടെ നോക്കുകയാണ് സച്ചി. പുതപ്പെടുത്ത് അവൾക്ക് പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവളുടെ അടുത്തായിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് സച്ചിയും. അടുത്ത ദിവസം രേവതി പതിവ് പോലെ രാവിലെ എണീറ്റ് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി അവിടേക്ക് വരുന്നുണ്ട്. റെഡിയായോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ തരാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി എടുത്തു കൊടുക്കുന്നുണ്ട്. കോഫി ഉണ്ടാക്കാൻ നിനക്ക് ഇത്രയും സമയം വേണോ? പുതിയൊരു മരുമകൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്, വലിയ വീട്ടിലെ പെണ്ണാണ് അവള്. കോഫി തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അതോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പഞ്ചസാര കുറച്ചാണോ ഇട്ടിട്ടുള്ളത്? പാല് തന്നെയല്ലേ ഒഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം നല്ല പോലെ ഇട്ടിട്ടുണ്ടമ്മേ, വേണമെങ്കിൽ അമ്മ കുടിച്ചു നോക്കെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കോഫി കൊടുക്കുന്നുണ്ട് രേവതി. ചന്ദ്രമതി 2 കോഫി എടുത്ത് അവിടെ നിന്നങ്ങ് പോകുമ്പോ അമ്മ ഇതാർക്കാ 2 കോഫി എന്നൊക്കെ ചോദിക്കുന്നതും ശ്രീകാന്തിനും വർഷക്കുമാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇല്ലമ്മേ, വർഷക്കാലത്ത് തന്നെ എന്ന് രേവതി പറയാൻ തുടങ്ങുമ്പോ എന്താടി നീ പറഞ്ഞു വരുന്നത്? നീ കൊടുത്തോളാമെന്നോ? വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം, നീ നിന്റെ പണി നോക്കെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവുകയാണ്. ശ്രീകാന്തിനെയും വിളിച്ചുകൊണ്ട് ചന്ദ്രമതി റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് വർഷയുടെ ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകാന്തിനെയാണ്. എന്താടാ ഇത്, നീയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അവൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ ഞാൻ ചുമ്മാന്ന് മറുപടി കൊടുക്കുകയാണ് ശ്രീകാന്ത്. എന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രേവതിയോട് പറഞ്ഞേക്ക്, അവൾ ചെയ്തോളും. നീ കോഫി കുടിക്കേ. വർഷ എവിടെ? അവൾക്ക് കോഫി വേണ്ടേ? അവൾ കുളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. അവൾ ഇവിടെ ഇല്ലമ്മേ, ജോലിക്ക് പോയെന്നെല്ലാം ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഷോക്ക് ആവുന്നുണ്ട് ചന്ദ്രമതി. ഇത്ര രാവിലെ എന്നോട് പോലും പറയാതെ അവൾ ജോലിക്ക് പോയെന്നോ? ഞാൻ അവളുടെ അമ്മയാണ്, എന്നോട് പറയേണ്ട കടമ അവൾക്കുണ്ട്. നീ അതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. അമ്മേ, അവൾ എന്നോട് പോലും പറയാതെയാണ് പോയത്, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോ ഒക്കെ എവിടുത്തെ രീതിയാണ്, വന്ന് കേറിയില്ല, അപ്പോൾ തന്നെ അവൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല, ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ അവിടെ നിന്നങ്ങ് പോവാണ്. ശ്രീകാന്ത് പിന്നാലെ വന്ന് വർഷക്ക് അർജന്റ് ജോലി
ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അമ്മയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് വർഷയുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ ആവുന്നില്ല. എന്ത് അർജന്റ് ജോലിയാണെങ്കിലും വീട്ടിൽ ഞാൻ ഒരുത്തി ഉണ്ടല്ലോ, എന്നോട് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു അവൾക്ക്. ഈ ഏടത്തി ശ്രുതി ഉണ്ടല്ലോ, പാർലറിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഇതിനെ രേവതി പോലും പുറത്തു പോകുമ്പോൾ എന്നോട് അനുവാദം ചോദിക്കും. ഈ വർഷം വന്ന് കയറിയില്ല, അപ്പോൾ തന്നെ ഇങ്ങനെയാ. ഞാൻ ഉറങ്ങുകയായിരുന്നെങ്കിൽ ഉണരുന്നത് വരെ അവൾക്കൊന്ന് വെയിറ്റ് ചെയ്താൽ എന്താന്നും പറഞ്ഞു വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്രമതി. അവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും അമ്മേ, അമ്മ തൽക്കാലം അവളോട് ക്ഷമിക്കെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ആ സമയം രവീന്ദ്രൻ അവിടേക്ക് വന്ന്, ചന്ദ്രേ, നമ്മുടെ 3 മക്കൾക്കും ഇപ്പൊ ഒരു ജീവിതമായി, എന്ത് ചെയ്യണം, എവിടേക്ക് പോകണമെന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, നമുക്കതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും അമ്മായി എന്നുള്ള ബഹുമാനം അവൾ എനിക്ക് തരേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രമതി. സമയം ശ്രുതി അവിടേക്ക് വന്ന് വർഷയ്ക്ക് കൊണ്ടുവന്ന കോഫി എടുത്ത് കുടിക്കുമ്പോ, ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. സോറി ആന്റി, ഞാൻ അറിയാതെ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് തിരികെ വെക്കാൻ ഒരുങ്ങുമ്പോ, വേണ്ട മോളെ, നീ അത് കുടിച്ചോ, ആ പെണ്ണ് എന്നോടൊരു വാക്ക് പോലും പറയാതെയാണ് ഇവിടെ നിന്ന് ജോലിക്കെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ശ്രീകാന്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ആന്റി, ആ പെണ്ണ് ആന്റിയോട് പറയാതെ പോയത് ഒട്ടും ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് എരിതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുന്നുണ്ട് ശ്രുതി. സമയം രേവതി അവിടേക്ക് വന്നേ, വർഷ പോയത് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, ഇവളുമാര് രണ്ടുപേരും അവൾ എന്നെ ബഹുമാനിച്ചില്ല എന്ന കാര്യം അറിഞ്ഞാൽ എന്റെ വിലയാ പോകുന്നത് എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ച ശേഷം ചന്ദ്രമതി പറയുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വർഷ ഇന്നലെ രാത്രി ഇംഗ്ലീഷിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നതെന്നെല്ലാം കള്ളം പറയുകയാണ് ചന്ദ്രമതി. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നാണല്ലോ നീ പറയാറുള്ളത്, എന്നിട്ടെന്താ അവൾ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. പിന്നെ അവൾ വേഗത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയതെന്ന് വീണ്ടും കള്ളം പറയുകയാണ് ചന്ദ്ര. അത് കേൾക്കുന്ന രേവതി ചിരിച്ചുകൊണ്ടേ, അമ്മേ, വർഷ രാവിലെ എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അമ്മയോട് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പോയി എന്ന് ചേച്ചി തന്നെ അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറയാൻ വന്നപ്പോഴാണ് അമ്മ കോഫി എടുത്തോണ്ട് പോയതെന്നൊക്കെ രേവതി പറയുമ്പോ, ചന്ദ്രമതി പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവൾ എന്നോട് രാത്രി പറഞ്ഞതാണെന്നേ, നിങ്ങൾ ഇനി അതും പറഞ്ഞു നിൽക്കണ്ട, എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. രേവതി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കെന്നെല്ലാം പറയുകയാണ് ചന്ദ്ര. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കാണുന്ന സുധി ശ്രുതിയോടെ, ഇവനെന്താ വല്ല കളക്ടർ ജോലിക്കാണോ പോകുന്നത്, ടാക്സി ഓടിക്കാനല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി രേവതിയെ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാന്നും ചോദിച്ചുകൊണ്ട് രേവതി അവിടേക്ക് വരുമ്പോ, ഈ റൂമിൽ നിന്ന് നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുക്ക്, എടുക്കാനുള്ള തുണികൾ ഉണ്ടെങ്കിൽ അതും, വൈകിട്ട് ഞാൻ വരുന്നത് വരെ നിനക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കെന്നൊക്കെ പറയുമ്പോ, ഇതിനാ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോ, നീ ഇപ്പൊ ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി എന്ന് ശബ്ദമുയർത്തുന്നതും രേവതി വേഗത്തിൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കുന്നുണ്ട്. തുടർന്ന് നീ ഇങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൊണ്ട് പുറത്ത് കടന്ന് തന്റെ റൂം പൂട്ടി ചാവി കയ്യിലെടുക്കുകയാണ് സച്ചി. അത് കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതി ദേഷ്യത്തോടെ, നീ എന്താടാ ഈ കാണിക്കുന്നത്, മര്യാദയ്ക്ക് വാതിൽ തുറക്കേ, ഇവിടെ ശ്രീകാന്തും വർഷയും ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോ, അവരോട് പോയി പണി നോക്കാൻ പറ, എന്റെ റൂം അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. ഞാനും എന്റെ ഭാര്യയും ടെറസിലെ കൊതുക് കടിയും കൊണ്ടാണ് ഇന്നലെ നേരം വെളുപ്പിച്ചത്, കൊണ്ട് തന്നെ എന്റെ റൂം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഞാനും എന്റെ ഭാര്യയും ഈ റൂമിൽ തന്നെ കിടക്കും. അവർക്ക് 2 പേർക്കും ഇവിടെ കഴിയാൻ റൂമില്ലെങ്കിൽ അവരോട് ഇറങ്ങി പോവാൻ പറഞ്ഞേക്ക്. ഇപ്പൊ അതിനും പറ്റില്ല എന്നാണെങ്കിൽ അമ്മയുടെ ടുട്ടുമോന്റെയും മദാമയുടെയും റൂം വിട്ടുകൊടുക്കാൻ പറയാന്നൊക്കെ പറയുമ്പോ, സുധിയും ശ്രുതിയും പേടിയോടെ മുഖാമുഖം നോക്കണേ. എടാ, ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും, പറ്റില്ലമ്മേ, കാലത്ത് മുതൽ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് ക്ഷീണിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് രാത്രിയാവുമ്പോൾ കിടക്കാൻ ഒരു സ്ഥലമില്ലെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? നിങ്ങൾക്കൊന്നും അതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എന്റെ റൂം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ റൂമിൽ തന്നെ കിടക്കും, അതിലൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി റൂമിന്റെ ചാവി തന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ്. സച്ചിയേട്ടാ, നമുക്ക് ടെറസിൽ കിടക്കാം, ആ റൂം തുറന്നു കൊടുത്തേക്കെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും കേൾക്കാതെ ആ ചാവിയുമായിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ശ്രീകാന്ത് വിഷമത്തോടെ ഞങ്ങൾ വർഷയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു തർക്കത്തിനൊടുവിൽ രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും റൂം വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഉള്ളിലെ സോഫയിൽ കിടക്കുന്ന രവീന്ദ്രനെ കണ്ട് വിഷമം വരുന്ന സച്ചി തങ്ങളുടെ കട്ടിൽ അച്ഛനായിട്ട് നൽകുന്നുണ്ട്. പിന്നീട് സച്ചിയും രേവതിയും തങ്ങളുടെ റൂമിൽ നിലത്ത് പായ വിരിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. സച്ചിയേട്ടൻ തന്റെ താങ്ങും തണലുമായിട്ട് കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ രേവതിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും. എല്ലാവരും തളർത്താൻ നോക്കിയിട്ടും അതൊന്നും അവരെ ബാധിക്കാതെ വളരെ സന്തോഷത്തോടെയായിരിക്കും അവർ മുന്നോട്ട് ജീവിക്കുന്നത്.